Hi Kiradze and welcome back to my channel. Kiradze SSB കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ്റെ വേക്കൻസി ഔട്ടായിരിക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് അപ്ഡേറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏതൊക്കെ ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികളെ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്ന അപ്ഡേറ്റഡ് ലെറ്റർ ഇതാണ്. ഇതനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ടോട്ടൽ 8 പേജിന്റെ ഒരു പേപ്പർ അപ്ഡേറ്റ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് പേപ്പർ മാത്രമാണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ഏതാണ്? SSB ആണ്, ശസ്ത്ര സീമാ ബൽ. ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ആകുന്നത് 21 മാർച്ച് മുതലാണ്. ഇനി പോസ്റ്റ് നെയിം കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ആൻഡ് ഡ്രൈവർ വേക്കൻസി ആണ് പോസ്റ്റ് നെയിം. വേക്കൻസി ടോട്ടൽ വന്നിരിക്കുന്നത് 827 ആണ്. ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, SSBയുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും പരമാവധി ജോയിൻ ആവുക. ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഏജ് ലിമിറ്റ് ആണ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഏജ് ലിമിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ചില ട്രേഡിലേക്കാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ചില ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 25 വരെ വയസ്സുള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇത് മാക്സിമം ഏജ് ലിമിറ്റ് ആണ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രൂഷ്യൽ ഡേറ്റ് ആണ് 20 ഏപ്രിൽ 2026 എന്ന് പറയുന്നത്. ഈ ഒരു ഡേറ്റ് ആണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡേറ്റിന് മുന്നേ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ക്ലിയർ കുട്ടികളെ? ഏജും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡേറ്റ് അനുസരിച്ചിട്ടാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ, ഏതൊക്കെ ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന്. ഇവിടെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ട്രേഡിൻ്റെ അപ്ഡേറ്റ് കാണാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, കോൺസ്റ്റബിൾ വെറ്റിനറി, കോൺസ്റ്റബിൾ ഡ്രൈവർ, കോൺസ്റ്റബിൾ ഗാർഡനർ, വാട്ടർ കാരിയർ, കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയ്റ്റർ, കാർപ്പൻറ്റർ, എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് പോസ്റ്റ് നെയിം കാണാവുന്നതാണ്. വേക്കൻസി ഇവിടെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് നോക്കൂ കുട്ടികളെ, കോൺസ്റ്റബിൾ വെറ്റിനറി ആണെന്നുണ്ടെങ്കിൽ 18-27 ആണ്. ഡ്രൈവർ 18-27 ആണ്. കൂടുതലും കുട്ടികൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് പോസ്റ്റ് ഏതാണ്? ഈ ഡ്രൈവർ പോസ്റ്റാണ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കൂ കുട്ടികളെ, ചില പോസ്റ്റിലേക്ക് 10th പാസ് പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ്. ഡ്രൈവറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് HMV ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗാർഡനർ ആണെന്നുണ്ടെങ്കിൽ 10th പാസ്സായിരിക്കണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 1 ഇയർ ITI ഉണ്ടായിരിക്കണം. ഇതിൽ ഏതാണെങ്കിലും ഒന്ന് മാത്രം മതി. ക്ലിയർ ആയല്ലോ? എല്ലാ ട്രേഡിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 2 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1 ഇയർ ITI, 2 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1 ഇയർ ITI. എല്ലാ ട്രേഡിൻ്റെയും കറക്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രേഡും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇത്രയും പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ പ്രോസസ്സ് നോക്കൂ കുട്ടികളെ, സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്, അതിനുശേഷം റിട്ടേൺ എക്സാം ആണ്, പിന്നെ സ്കിൽ ടെസ്റ്റ് ആണ്, പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം നോക്കാം. ഈ എല്ലാ ട്രേഡിലേക്കും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ എല്ലാ ട്രേഡിലേക്കും വരുന്ന ഫിസിക്കൽ ഈവൻ്റ് ആണ്. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 4.8 കിലോമീറ്റർ റണ്ണിങ് 24 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. പെൺകുട്ടികൾക്കാണെങ്കിൽ 2.4 കിലോമീറ്റർ റണ്ണിങ് 18 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ഇതാണ് PET ടെസ്റ്റിനകത്ത് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത് PETയും PSTയും ആണ്. PET എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതായത് ഈ റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഈവൻ്റ് ആണ്. ഇനിയാണ് PST. PSTക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ചെക്ക് ചെയ്യുന്ന ഹൈറ്റ് ആണ്. എല്ലാ ട്രേഡിൻ്റെയും ഹൈറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഡ്രൈവർ എന്നൊരു ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആണ് മെയിൽ കേഡറ്റിന് 170 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ST ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വേണ്ടത് 162.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി കോൺസ്റ്റബിൾ വെറ്റിനറി എന്നൊരു ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മെയിൽ കേഡറ്റിന് വേണ്ട ഹൈറ്റ് ആണ് 170 സെൻറ്റിമീറ്റർ, ഫീമെയിലിന് 157 സെൻറ്റിമീറ്റർ. ST ആണെന്നുണ്ടെങ്കിൽ മെയിൽ കേഡറ്റിന് 162.5 സെൻറ്റിമീറ്റർ, ഫീമെയിൽ കേഡറ്റിന് 150 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് നോക്കാം ബാക്കി ട്രേഡിൻ്റെ അപ്ഡേറ്റ്. കാർപ്പൻറ്റർ, ബ്ലാക്ക് സ്മിത്ത്, ടൈലർ, ഗാർഡനർ, ഈ എല്ലാ ട്രേഡിനും വേണ്ട ഹൈറ്റ് ആണ്. മെയിൽ കേഡറ്റ് ആണെങ്കിൽ 167.5 സെൻറ്റിമീറ്റർ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 157 സെൻറ്റിമീറ്റർ. ഇനി ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മെയിൽ കേഡറ്റ് ആണെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 150 സെൻറ്റിമീറ്റർ. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PST അപ്ഡേറ്റ് എന്ന് പറയുന്നത്. PST എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യണം ട്രേഡ് അനുസരിച്ച് ഹൈറ്റ് ഉണ്ടോ അതോ ഇല്ലയോ എന്ന്.
ക്ലിയർ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് റിട്ടേൺ എക്സാമിനേഷൻ. സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? PST ആൻഡ് PET ആണ്. അത് നിങ്ങൾ പാസ്സായാൽ ഉടനെ തന്നെ നെക്സ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ്. റിട്ടേൺ എക്സാമിന് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതമാണ്. 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. എക്സാം പാറ്റേൺ നോക്കൂ കുട്ടികളെ. മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരും, റീസണിങ്ങിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, GKയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിൻ്റെ 25 ക്വസ്റ്റ്യൻ. ഇതാണ് പ്രോപ്പർ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. റിട്ടേൺ എക്സാം കഴിഞ്ഞാൽ പിന്നെയും നെക്സ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. റിട്ടേൺ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രയാണോ വേക്കൻസി, അതായത് കുട്ടികളെ ഇവിടെ ഈ വേക്കൻസി ഇല്ലേ, ഇവിടെ ഈ വേക്കൻസി ഉണ്ടല്ലോ. റിട്ടേൺ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം എത്രയാണോ വേക്കൻസി അതിൻ്റെ 20 ഇരട്ടി കുട്ടികളെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് വിളിക്കുന്നതായിരിക്കും. എത്രയാണ്? 20 ഇരട്ടി കുട്ടികളെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് വിളിക്കുന്നതായിരിക്കും. റിട്ടേൺ എക്സാമിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് എത്രയാണോ വേക്കൻസി അതിൻ്റെ 20 ഇരട്ടി കുട്ടികൾ. ഈ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്, അതിനുശേഷമാണ് മെഡിക്കൽ. മെഡിക്കലിന് വേണ്ടി എത്രയാണോ വേക്കൻസി അതിൻ്റെ 3 ഇരട്ടി കുട്ടികളെയാണ് വിളിക്കുന്നത്. കേട്ടോ കുട്ടികളെ, 3 ഇരട്ടി കുട്ടികളെയാണ് വിളിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ OBC EWS കാറ്റഗറിക്ക് 100 റുപ്പീസ്, SC ST PW നില്ലാണ് ഫീസ്. മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ കുട്ടികൾ ഫൈനലി പറയാനുള്ളത് ഫോം ഫില്ലിംഗ് ഡേറ്റ് ആണ്. നോക്കൂ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്ന 21 മാർച്ചിനാണ്. ലാസ്റ്റ് ഡേറ്റ് 20 ഏപ്രിലാണ്. എക്സാം ഡേറ്റ് ഇതിനുശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും എക്സാമിന് നല്ല ടൈം ലഭിക്കുന്നതായിരിക്കും. കാരണം ഫിസിക്കലാണ് സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്നത്. ഫിസിക്കലിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു 3 to 4 മന്ത് കാണും. അതിനുശേഷമാണ് പിന്നെ നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഫിസിക്കലിൽ നല്ല ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടി ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കേഡറ്റ് അറിയേണ്ട ഫുൾ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എത്ര പേരെയാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നത്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കേഡറ്റ്സ് 2026 ഇന്ത്യൻ ആർമി റാലിയുടെയും നേവിയുടെയും ക്ലാസ്സുകൾ അൺ ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർമിയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. GD, ട്രേഡ്സ്മാൻ, ക്ലർക്ക്, ടെക്നിക്കൽ, NA ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കും. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആർമി GD, ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ, ക്ലർക്ക്, NA എല്ലാത്തിൻ്റെയും ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ 2026 നേവി SSR, MR, മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും എയർഫോഴ്സ് XYയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് ലഭിക്കാനും നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2 നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. അതേപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനും കറക്റ്റ് അപ്ഡേറ്റ് അറിയാനും വേണ്ടി ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ്.